കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ LDF ഭരണത്തിന് കീഴിൽ എല്ലാ മേഖലകളെയും ചേർത്തുപിടിച്ചുകൊണ്ടുള്ള വികസനത്തിനാണ് സംസ്ഥാനം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകളിലെ ഉൾപ്പെടെയുള്ള വികസനം കിഫ്ബി നൽകിയ ഫണ്ടിലൂടെയാണ് സാധ്യമായത്. തിരുവനന്തപുരം ജില്ലയിലെ DK മുരളി MLA ആയിരിക്കുന്ന വാമനപുരം മണ്ഡലത്തിലും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട്. 432.23 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് കിഫ്ബി അംഗീകാരം നൽകിയത്. പെരിങ്ങമല പഞ്ചായത്തുകളിൽ 3 റീച്ചുകളിലായി 25 കിലോമീറ്റർ വരുന്ന മലയോര ഹൈവേയുടെ നിർമ്മാണം പൂർത്തിയാക്കി. ഏകദേശം 167.67 കോടി രൂപയുടെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. 15 കിലോമീറ്റർ വരുന്ന പാലോട് ബ്രൈമൂർ റോഡിനായി 49.69 കോടി രൂപയും കിഫ്ബി അനുവദിച്ചു. 2014 ഞാൻ ഈ വാമനപുരം നിയോജകമണ്ഡലത്തിലെ നിയമസഭാ സാമാജികനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2021 ആവർത്തിക്കുകയും ചെയ്തു, വിജയം ആവർത്തിക്കുകയും ചെയ്തു. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ 2000 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ വിവിധ മേഖലകളിൽ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനായിട്ടുണ്ട്. കേരളത്തിലെ ഗവൺമെൻറ് എടുക്കുന്ന ജനങ്ങൾക്ക് അനുകൂലമായ സമീപനങ്ങളുടെ ഭാഗമായിട്ടാണ്, ഗവൺമെൻറ് കൊണ്ടുവന്ന പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ കൊണ്ടുവരാനായത്. എല്ലാ റോഡുകളും ഇപ്പോൾ 241 കിലോമീറ്റർ PW റോഡുകളിൽ ഉള്ളതിൽ 200 കൂടുതൽ കിലോമീറ്റർ റോഡ് BMNBC അനുസരിച്ച് നവീകരിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ മലയോര ഹൈവേ. അതിൻ്റെ 3 റീച്ചുകൾ എൻ്റെ നിയോജകമണ്ഡലത്തിലാണ് നടന്നിട്ടുള്ളത്. അതിനുവേണ്ടി തന്നെ 159.67 കോടി രൂപ ഇതിനകം ചിലവഴിച്ചിട്ടുണ്ട്. ഒരു മലയോര ഗ്രാമീണ മേഖലയാണ് എൻ്റെ മണ്ഡലം. അതിൽ പാലോട് നിന്ന് ബ്രൈമൂറിലേക്ക് ഒരു എസ്റ്റേറ്റ് മേഖലയാണ്, അതുപോലെ തന്നെ ടൂറിസ്റ്റ് മേഖലയാണ്, മങ്കയമെല്ലാം കടന്നു പോകുന്ന ഒരു റോഡാണ്. ആ റോഡ് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 32 കോടി രൂപ മുടക്കി ആദ്യഘട്ടത്തിൽ തന്നെ 2017-18 ഘട്ടത്തിൽ ബഡ്ജറ്റിൽ കൊണ്ടുവന്ന് അത് പൂർത്തിയാക്കി എടുക്കാനായിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലും വലിയ മുന്നേറ്റമാണ് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. വെഞ്ഞാറമൂട് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി 5 കോടി രൂപയും, മിത്രമല ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി 3 കോടി രൂപയും, ഭരതന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി 3 കോടി രൂപയും, കല്ലറ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനായി 3 കോടി രൂപയും, ആട്ടുകാൽ UP സ്കൂൾ, പെരിങ്ങമല UP സ്കൂൾ, ആനാട് LP സ്കൂൾ എന്നീ വിദ്യാലയങ്ങൾക്കായി 1 കോടി രൂപയുമാണ് കിഫ്ബി വഴി അനുവദിച്ചത്. കിഫ്ബി വഴി സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ ലഭിച്ചതോടെ കുട്ടികൾക്കും അധ്യാപകർക്കും വലിയ ആശ്വാസമാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ കല്ലറ ഗവൺമെൻറ് VHS സ്കൂളിൽ ഏകദേശം 2500-ലധികം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം. ഇപ്പോൾ കെട്ടിടത്തിൻ്റെ കുറച്ച് പര്യാപ്തത മുമ്പുണ്ടായിരുന്നു. ഇപ്പോൾ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഏകദേശം 3 കോടി രൂപയുടെ ഒരു ബിൽഡിങ്ങാണ് വന്നിരിക്കുന്നത്. ഈ 3 നില ബിൽഡിംഗ് മുമ്പ് ഒരു ആസ്ബറ്റോസ് ഷീറ്റുള്ള ക്ലാസ് റൂം ആയിരുന്നു. അതെല്ലാം പൊളിച്ചു മാറ്റി ഇപ്പോൾ 3 നിലയിലായിട്ട് ഏകദേശം 15ഓളം ക്ലാസ് റൂമുകളുണ്ട്. ഓരോ നിലയിലും അതിൻ്റേതായ ടോയ്ലറ്റ് സൗകര്യവും ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യത്തിൻ്റെ വികസനത്തിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളെ ഏറെ മുന്നിലേക്ക് കൊണ്ടുവന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ നിലവിലുള്ളത്. സർക്കാർ മുൻകൈയെടുത്ത് കിഫ്ബിയിലൂടെ നമുക്ക് അനുവദിച്ച കെട്ടിടമാണിത്. 3 കോടി രൂപയോളം ചെലവഴിച്ചിട്ടുണ്ട്. ടോയ്ലറ്റ് സൗകര്യവും മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. മറ്റടിസ്ഥാന സൗകര്യങ്ങളൊക്കെ സ്കൂളിന് നൽകുന്നു. വെഞ്ഞാറമൂട് സ്കൂളിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയ വികസന പ്രവർത്തനങ്ങളാണ് 2017-2020 കാലഘട്ടങ്ങളിലായി ഇവിടെ നടന്നത്. മറ്റ് സ്കൂളുകളിലൊക്കെ പുതിയ കെട്ടിടങ്ങൾ വന്നപ്പോൾ നമ്മുടെ സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള സ്ഥല സൗകര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ നിലവിലുണ്ടായിരുന്ന 2 കെട്ടിടങ്ങൾ നവീകരിച്ച് പുതിയ 4 ക്ലാസ് റൂമുകളും അതൊരു ടോയ്ലറ്റ് ഉൾപ്പെടെ, അതുപോലെ തന്നെ 2 ലാബ് കെട്ടിടങ്ങൾ, 2 ലാബ് മുറികൾ, എല്ലാ സജ്ജീകരണങ്ങളോടെ റെഡിയാക്കി ഒരു സ്കൂളിന് അതിവിശാലമായൊരു ലൈബ്രറി, അതുപോലെ തന്നെ വളരെ ഭംഗിയുള്ള സൗകര്യപ്രദമായൊരു ഓഡിറ്റോറിയം, ഇത്രയും കാര്യങ്ങളാണ് കിഫ്ബി ഫണ്ടിൽ നിന്ന് വെഞ്ഞാറമൂട് സ്കൂളിന് ലഭിച്ചത്. വെഞ്ഞാറമൂട് സ്കൂൾ കാണുമ്പോൾ തന്നെ വളരെ ഭംഗിയായി മനോഹരമായി കാണുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഈ കിഫ്ബി ഫണ്ട് വഴി വെഞ്ഞാറമൂട് സ്കൂളിൽ നടത്തിയത്. വെഞ്ഞാറമൂട് റിംഗ് റോഡ് നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. 39.69 കോടി രൂപയാണ് കിഫ്ബി വഴി അനുവദിച്ചത്. കല്ലറ പാങ്ങോട് കുടിവെള്ള പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിനായി 5 കോടി രൂപയും കിഫ്ബി വഴി അനുവദിച്ചു. ആരോഗ്യരംഗത്ത് കിഫ്ബിയുടെ സഹായം ലഭ്യമായിട്ടുണ്ട്.
കല്ലറ ഒരു മാർക്കറ്റ് നവീകരിക്കുന്നതിന് വേണ്ടി കിഫ്ബിയാണ് ഫണ്ട് അനുവദിച്ച് അതിൻ്റെ പണി തുടങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു NCC കാഡറ്റ് സെൻറ്റർ കല്ലറ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. ഫസ്റ്റ് റീച്ച് പണി പൂർത്തിയായി, സെക്കൻഡ് റീച്ച് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ഫണ്ട് കിട്ടിയത് കിഫ്ബി എന്ന് പറയുന്ന സാമ്പത്തിക സംവിധാനത്തിൽ നിന്നാണ്. അങ്ങനെ നോക്കിയാൽ നാടിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി, എല്ലാ മേഖലയിലെയും വികസനത്തിന് വേണ്ടി കിഫ്ബിയിൽ നിന്ന് നിർലോഭമായ സഹായമാണ് കേരളത്തിൽ പൊതുവെ എന്നതുപോലെ എൻ്റെ നിയോജകമണ്ഡലത്തിൽ കിട്ടിയിട്ടുള്ളതെന്ന് അഭിമാനത്തോടു കൂടി പറയാനാകും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ നിയോജകമണ്ഡലം ഒരു മലയോര ഗ്രാമീണ മേഖലയാണ്. ഇവിടെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് കുടിവെള്ളത്തിൻ്റേതാണ്. വേനൽക്കാലമായാൽ വാവന്നൂർ നദിയാണ് കുടിവെള്ള സ്രോതസ്സ്. നദി ഉൾപ്പെടെ വറ്റിപ്പോകും. പിന്നെ കുടിവെള്ളത്തിന് വലിയ ക്ഷാമം നേരിടും. ഉയർന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി 3 മേജർ കുടിവെള്ള പദ്ധതികൾ JJMൻ്റെ ഫണ്ട് കൂടി ഉപയോഗിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ വാമനപുരം പഞ്ചായത്തിൽ കൈലാസത്ത് കുന്നത്ത്, അത് ത്രിതല പഞ്ചായത്തുകളുടെ എല്ലാം സഹായത്തോടു കൂടിയാണ് ആ പദ്ധതി വസ്തുവെല്ലാം വാങ്ങിക്കൊടുത്തത്. അത് ഏകദേശം പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉദ്ഘാടനവും നാടിന് സമർപ്പിക്കാൻ കഴിയുന്ന അവസ്ഥ എത്തിയിട്ടുണ്ട്. 107 കോടി രൂപ ചെലവിൽ നിർമ്മാണം പുരോഗമിക്കുന്ന വെഞ്ഞാറമൂട് മേൽപ്പാലം എത്തുന്നതോടെ ഗതാഗത കുരുക്കിന് പരിഹാരമാകും. കിഫ്ബി വഴി അനുവദിച്ച 4.39 കോടി രൂപ ചെലവിൽ ഹൈടെക് ഫിഷ് മാർക്കറ്റിന്റെ പണി പുരോഗമിക്കുകയാണ്. ഫിഷ് മാർക്കറ്റിനായുള്ള സ്ഥലമേറ്റെടുപ്പ് ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട്. 1.69 കോടി രൂപ ചെലവിൽ പാലോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഐസൊലേഷൻ വാർഡ് നിർമ്മാണവും, മിത്രമല ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിട നിർമ്മാണവും, ജവഹർ നഗർ കോളനി ഹൈസ്കൂൾ കെട്ടിട നിർമ്മാണവും നിലവിൽ പുരോഗമിക്കുകയാണ്. 2-3 പുതിയ സ്ഥാപനങ്ങൾ ഈ മണ്ഡലത്തിൽ കൊണ്ടുവരാനായി. ഒന്ന് കളമച്ചൽ ഒരു ITI ആണ്. ITIക്ക് സ്ഥലം നാട്ടുകാരുടെ എല്ലാം സഹകരണത്തോടുകൂടി വാങ്ങി ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്ത് അതിലിപ്പോൾ 3 കോടി രൂപയുടെ കെട്ടിടം പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ITIയുടെ കോഴ്സുകളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊന്ന് കല്ലറ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു UIT യൂണിവേഴ്സിറ്റിയുടെ സഹായത്തോടു കൂടി അതിന് സ്ഥലം കിട്ടി കെട്ടിടമായി ആ പ്രവർത്തനം ആ വിദ്യാഭ്യാസ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊന്ന് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് എന്നാണ് കേൾക്കുന്നത്, ഒരു ട്രൈബൽ മേഖലയിൽ ട്രൈബൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് അത് പാലോട് ആരംഭിച്ചു. അതോടൊപ്പം തന്നെ കരിയർ ഗൈഡൻസ് സെൻ്ററുമുണ്ട്. ആ കരിയർ ഗൈഡൻസ് സെൻ്ററിലൂടെ നിരവധി പേർക്ക് പരിശീലനം കിട്ടുകയും എംപ്ലോയ്മെൻറ്റ് മുഖാന്തരമുള്ള പ്ലേസ്മെൻ്റ് എല്ലാം ലഭ്യമാകുകയും ചെയ്തിട്ടുണ്ട്. അതും ഈ നാട്ടിൽ വന്ന മറ്റൊരു സ്ഥാപനമാണ്. പിന്നെ ഒരു PW റെസ്റ്റ് ഹൗസ് അതിൻ്റെ പണി പൂർത്തിയായിരിക്കുകയാണ്. ഇവിടെ പ്രവർത്തിച്ചിരുന്ന കിഴായിക്കുണത്തെ ഫയർഫോഴ്സിന് പുതിയ കെട്ടിടമായി. പൊന്മുടി എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രം, അതിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താനായിട്ടുണ്ട്. മുടങ്ങിക്കിടന്ന ഗസ്റ്റ് ഹൗസ് അതിൻ്റെ പണി പൂർത്തിയായി. അതുപോലെ തന്നെ അവിടെ ഒരു ചിൽഡ്രൻസ് പാർക്കായി കഴിഞ്ഞു. വിവിധ DTPCയുടെ ചില വികസന പ്രവർത്തനങ്ങൾ അവിടെ വരികയുണ്ടായി. ഒരു ഇപ്പുറത്തെ താഴെ മർച്ചൻ്റ് എസ്റ്റേറ്റ് തുടങ്ങുന്ന ഭാഗത്ത് PWDയുടെ ഒരു ക്യാമ്പ് ഷെഡ് ഉണ്ടായിരുന്നു, അത് നവീകരിച്ചു. അതിന് ഒരു കഫത്തേരിയ ആരംഭിക്കാനായി. ആ നിലയിൽ ഒരു ടൂറിസ്റ്റ് സെൻ്റർ എന്ന നിലയിൽ ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന തരത്തിൽ മനോഹരമാക്കി അതിനെ നവീകരിച്ച് കൊണ്ടുവരാൻ ഈ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട്. ടൂറിസം മേഖലയിലും പുരോഗതി ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ വികസന യാത്രയിൽ കിഫ്ബി നൽകിയ പിന്തുണ ചെറുതല്ല. 9.5 വർഷത്തിനിടെ 1237 പദ്ധതികൾക്കാണ് കിഫ്ബി അംഗീകാരം നൽകിയത്. സംസ്ഥാനത്തെ റോഡുകൾ, പാലങ്ങൾ, IT, വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിവെള്ള വിതരണം, ഇറിഗേഷൻ, ഗതാഗതം, ടൂറിസം, കായികം, ഊർജം തുടങ്ങിയ വിവിധ മേഖലകളിലെ പദ്ധതികൾ കിഫ്ബിയിലൂടെ ഇതിനോടകം സാധ്യമായിട്ടുണ്ട്.